പുത്തഞ്ചേരിയിൽ വഴിയോരത്തെ ലോട്ടറി വിൽപ്പന ഷെഡ് സാമൂഹ്യ വിരുദ്ധർ പാടത്തേക്ക് എറിഞ്ഞ് നശിപ്പിച്ചതായി പരാതി. ഉപജീവന മാർഗമായി മാസങ്ങളായി ലോട്ടറി വിൽപ്പന നടത്തി വന്നിരുന്ന ജയചന്ദ്രന്റെ ഷെഡാണ് തകർത്തത്. സംഭവത്തിൽ മാള പോലീസ് അന്വേഷണം ആരംഭിച്ചു. അഷ്ടമിച്ചിറ കാട്ടിക്കരക്കുന്ന് സ്വദേശിയായ മേപ്പിള്ളി ജയചന്ദ്രൻ മാസങ്ങളായി പുത്തഞ്ചേരിയിൽ ലോട്ടറി കച്ചവടം നടത്തി ഉപജീവനം നടത്തി വരികയായിരുന്നു. ഇന്ന് രാവിലെ പതിവ് പോലെ കച്ചവടത്തിനായി എത്തിയപ്പോഴാണ് തന്റെ ലോട്ടറി വിൽപ്പന ഷെഡ് സമീപത്തെ പാടത്ത് എറിഞ്ഞിട്ട നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് വാർഡ് മെമ്പറെ വിവരമറിയിക്കുകയും മെമ്പറും നാട്ടുകാരും ചേർന്ന് പാടത്തു നിന്നും ഷെഡ് റോഡിലേക്ക് മാറ്റിവെക്കുകയും ചെയ്തു. തുടർന്ന് വാർഡ് മെമ്പർ വിവരമറിയിച്ചതിനെ തുടർന്ന് മാള പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. സമീപ ദിവസങ്ങളിലായി പ്രദേശത്തെ മീൻ വിൽപ്പന ഷെഡും ഒരു ബൈക്കും സമാന രീതിയിൽ പാടത്തേക്ക് എറിഞ്ഞിട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ജയചന്ദ്രൻ മീഡിയ ടൈമിനോട് പറഞ്ഞു. ഞാനിവിടെ കൊല്ലം 3-4 വർഷമായി. ഇപ്പോൾ ഇവിടെ ഈ ഒരു തട്ടായിരുന്നു എനിക്ക് ലോട്ടറി കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ഒരു പെട്ടിക്കട ഇവിടെ കിടക്കണത് നശിക്കലാണ്ടപ്പോൾ ഞാൻ മേടിച്ചത് മാസം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് ഇവിടെ ഇട്ട് കച്ചവടം ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3-4 മാസത്തോളമായി. അതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ രാത്രി വരെ കുഴപ്പമില്ല. ഇന്ന് വെളുപ്പിന് വന്ന് ഞാൻ കച്ചവടത്തിന് വന്നപ്പോൾ കാലത്ത് കച്ചവടത്തിന് വന്നപ്പോൾ ഇത് അങ്ങോട്ട് മറിച്ചിട്ട് പാടത്തേക്ക് ചെടിയിലേക്ക് ഞങ്ങളൊരു 10-20 ആൾ കൂടി മെമ്പറടക്കം വന്നിട്ടാണത് ഞങ്ങളിത് കയറ്റി വെച്ചത്. സാറന്മാർ പോലീസിൽ കംപ്ലയിൻറ്റ് മെമ്പർ വിളിച്ച് പറഞ്ഞു. അവർ വന്നു. ആ സമയത്ത് തന്നെ അത് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ കയറ്റിയത്. അത് കയറ്റിയിട്ട് അവർ പോയിട്ടുണ്ട്. എന്താ നടപടി എന്നറിയില്ല. പിന്നെ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ കാര്യം. ഉപജീവനമൊക്കെ ഇങ്ങനെ നശിപ്പിക്കും. ഇത് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ഒരു മീൻ തട്ട്, അത് ഇവിടെ ഒരു ബൈക്ക്, ഒരു മാസത്തോളം ഇരിക്കുന്ന ഒരു ബൈക്ക് എടുത്ത് തോട്ടിക്കിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കേസായിട്ടാണ് നമുക്ക് കാണേണ്ടത്. ഇതിനെന്തെങ്കിലും ഒരു നടപടി എത്രയും പെട്ടെന്ന് സ്വീകരിക്കുക. ഞങ്ങളെപ്പോലുള്ള അത്താഴ ഭക്ഷണിക്കാരെ ഉപദ്രവിക്കാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കുക. അതിനെന്തെങ്കിലും നടപടി എടുക്കാം. സാധാരണക്കാരായ ആളുകളുടെ ഉപജീവനമാർഗം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരെ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കണമെന്നും ജയചന്ദ്രൻ ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, മാള.